നമുക്കെല്ലാം അറിയാവുന്ന പോലെ ഈ തെരഞ്ഞെടുപ്പിൽ LDFന് സംഭവിച്ചത് കനത്ത പരാജയമാണ്. പക്ഷേ ഇതിൽ ഏറ്റവും രസകരമായിട്ടുള്ളൊരു കാര്യം, ട്രോളന്മാർ പറയുന്ന പോലെ തോൽവി പറ്റിപ്പോയി എന്നുള്ളതല്ല, തോൽവി സംഭവിച്ചു എന്നുള്ളത് അവരെ കൊണ്ട് അംഗീകരിപ്പിക്കാനാണ് ഇനി ഏറ്റവും വലിയ പ്രയാസം എന്നുള്ളതാണ്. ഇനിയെങ്കിലും ഈ ഗോവിന്ദ മാസ്റ്ററും അല്ലെങ്കിൽ താത്വികാചാര്യന്മാരൊക്കെ പറയുന്ന പോലെ തിരുത്തി, ആത്മാർത്ഥമായിട്ട് സംഭവിച്ച പിഴവുകൾ തിരുത്തി ഇടതുപക്ഷം ഇനി മുന്നോട്ട് വരും, ജനത്തോടൊപ്പം ചേർന്ന് നിൽക്കും എന്ന് തോന്നുന്നുണ്ടോ? തീർച്ചയായിട്ടും ഈ തോൽവി അവർക്കൊരു കനത്ത പ്രകടനം തന്നെയാണ്. പക്ഷെ ഇതിലൊരു കുഴപ്പമെന്ന് പറഞ്ഞാൽ 10 വർഷം അധികാരത്തിൽ ഇരുന്നതിന്റെ ആ ഒരു അഹങ്കാരം ഉണ്ടല്ലോ, അത് കുറച്ച് ദിവസം ആ ഒരു ഹാങ് ഓവർ ഉണ്ടാവും. അതുവരെ ഇവരെ മനസ്സിലാക്കി എടുപ്പിക്കാനാണ് പാട്. അതായത് നിങ്ങൾ തോറ്റു കഴിഞ്ഞു, അതൊന്ന് മനസ്സിലാക്ക്, നിങ്ങൾ തോറ്റു, ജനങ്ങൾ നിങ്ങളെ തോൽപ്പിച്ചു എന്നുള്ളത് ഇവർ നമ്മളിങ്ങനെ വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കേണ്ട അവസ്ഥയാണ്. അപ്പോഴും അതിനകത്ത് പോലും ന്യായീകരിക്കാനാണ് അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം തോറ്റത് ഞങ്ങളല്ല, ജനങ്ങളാണ് തോറ്റത്, അല്ലെങ്കിൽ ടൗൺഷിപ്പ് നിങ്ങൾക്ക് തരരുതായിരുന്നു, ആ തന്നതിന്റെ അഹങ്കാരമാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായി പെൻഷൻ തന്നതിന്റെ അഹങ്കാരമാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങൾ വികസനം തന്നതിന്റെ അഹങ്കാരമാണ് നിങ്ങൾ ഞങ്ങൾക്കെതിരെ കുത്തിയെന്ന് എം എം മണി അടക്കമുള്ളവർ പറയുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകുന്നു. ഇവിടെ മനസ്സിലാക്കേണ്ടത് ഒന്നാം പിണറായി സർക്കാർ ആദ്യം അധികാരത്തിൽ വരുന്ന സമയത്ത് VS അച്യുതാനന്ദനെ മുൻനിർത്തിയാണ് LDF സർക്കാർ അധികാരം പിടിക്കുന്നത്. അന്ന് VS അച്യുതാനന്ദനായിരിക്കും അടുത്ത മുഖ്യമന്ത്രി എന്നുള്ളത് എല്ലാവരും പരക്കെ വിശ്വസിക്കുന്ന ഒരു സാഹചര്യം. എന്നാൽ അന്ന് മുഖ്യമന്ത്രി ആവുന്നത് പിണറായി വിജയനായിരുന്നു. പിണറായി വിജയൻ മുഖ്യമന്ത്രി ആയതിന്റെ പേരിൽ മാത്രം തെരുവിലിറങ്ങിയ നിരവധി സഖാക്കന്മാരുണ്ട്. എന്നാൽ അതിനുശേഷം പിണറായി വിജയൻ നല്ല ഭരണം തന്നെയാണ് കാഴ്ചവെച്ചത്, യാതൊരു തർക്കവുമില്ല. ആ സമയത്താണ് ഫ്ലഡ് വരുന്നത്, കോവിഡ് ഉണ്ടാകുന്നത്. ആ സമയത്തൊക്കെ ഒന്നാം പിണറായി സർക്കാർ ഏറ്റവും മികച്ച ഭരണം കാഴ്ചവെച്ച ഒരു സർക്കാരായിരുന്നു. അതിന്റെ ബോണസ് ആയിട്ടാണ് 2021 കേരളം അവർക്ക് തുടർ ഭരണം കൊടുക്കുന്നത്. ചരിത്രം സൃഷ്ടിച്ചു. അതെ, കേരള ചരിത്രത്തിൽ തന്നെ തുടർ ഭരണം ആദ്യ സർക്കാരാണ്. അന്നത് കിട്ടുമ്പോൾ സ്വാഭാവികമായും തുടക്കം മുതൽ വീഴ്ചകളാണ് സംഭവിച്ചത്. അന്ന് രണ്ടാം ഭരണം, അതായത് തുടർ ഭരണം കിട്ടുമ്പോൾ അതിനകത്ത് ആദ്യം അതിനുള്ള ഏറ്റവും വലിയ പ്ലസ് ഫാക്ടർ എന്ന് പറയുന്നത് ശൈല ടീച്ചറെ മുൻനിർത്തിയാണ്, അല്ലെങ്കിൽ ശൈല ടീച്ചറെ ആ ഒരു പ്ലസ് പോയിന്റിലാണ് അന്ന് തുടർ ഭരണം കിട്ടുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഫ്ലഡ് ആയിരുന്നാലും കോവിഡ് ആയിരുന്നാലും നിപ്പ ആയിരുന്നാലും ഈ സാഹചര്യങ്ങളെല്ലാം ടീച്ചറമ്മ എന്ന പേരോട് കൂടുന്നു ശൈല ടീച്ചർ ഏറ്റവും മികച്ച പ്രവർത്തനം കാഴ്ചവെക്കുന്ന സാഹചര്യം ഉണ്ടായി. അന്ന് വിജയത്തിനുള്ള പ്രധാന കാരണമായി പറയേണ്ടത് ശൈല ടീച്ചറുടെ പ്രവർത്തനം കൂടിയായിരുന്നു. അന്ന് എല്ലാവരും പ്രതീക്ഷിച്ചത്, ഒരുപക്ഷെ കേരളത്തിലെ ഒരു വിഭാഗം വലിയ ആൾക്കാർ പ്രതീക്ഷിക്കുന്നത് ശൈല ടീച്ചർ അടുത്ത മുഖ്യമന്ത്രിയാകും എന്നുള്ളതായിരുന്നു. എന്നാൽ അതുണ്ടായില്ല എന്ന് മാത്രമല്ല, പഴയ മന്ത്രിസഭയിൽ ആരും വേണ്ട എന്ന് തീരുമാനിക്കുകയും എന്നാൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ ആകുമെന്നുള്ള തീരുമാനമെടുക്കുകയും ചെയ്തിരുന്നു. മുഖ്യമന്ത്രിക്ക് മാത്രമേ പ്രത്യേക അല്ലേ, ബാക്കി ആർക്കും ഇല്ലാത്ത ഇളവ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉണ്ടാവുകയും ചെയ്തു. അതിനുശേഷം വന്നിട്ടുള്ള ഏത് മന്ത്രിമാരെടുത്തോ എല്ലാവരും ഈ ധാർഷ്ട്യത്തോടെ മാത്രമേ ജനങ്ങളെ കണ്ടിട്ടുള്ളൂ എന്നുള്ള പ്രധാനപ്പെട്ട കാര്യം. അതിനകത്ത് വീണ ജോർജ് ആയിക്കോട്ടെ, ആർ ബിന്ദു ആയിക്കോട്ടെ, അതുപോലെ മറ്റ് പല മന്ത്രിമാരും. ഒന്നാം പിണറായി സർക്കാരിന്റെ അവസാന കാലത്തോട് അടുപ്പിക്കുമ്പോൾ ഈ പറഞ്ഞ പോലെയുള്ള ഒരുപാട്, നമുക്കതിനെ പ്ലസ് പോയിന്റ് എന്ന് പറയാൻ പറ്റില്ല, നമുക്ക് ഒരിക്കലും വിചാരിക്കാത്ത മഹാമാരിയും ദുരന്തമൊക്കെയാണ് സംഭവിച്ചത്. പക്ഷെ അതിനെ മാനേജ് ചെയ്യാനും കൃത്യമായിട്ട് ജനങ്ങൾക്കിടയിൽ വലിയ വീഴ്ചയില്ലാണ്ട് ആ സംവിധാനങ്ങൾ ഏകോപിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകാനും സാധിച്ചു എന്നുള്ളൊരു പ്ലസ് പോയിന്റ് ആ സമയത്ത് പിണറായി സർക്കാരിന് ഉണ്ടായിരുന്നു. പക്ഷെ രാഷ്ട്രീയപരമായിട്ടുള്ള കോട്ടങ്ങളെക്കാൾ അതൊക്കെ കവർ ചെയ്ത് പോകുന്ന രീതിയിലുള്ളൊരു സാമൂഹ്യ സാഹചര്യം അന്ന് അതിന് ബാക്കപ്പ് ചെയ്യാൻ പറ്റിയ പ്രധാനപ്പെട്ട കാരണം അന്ന് ജനങ്ങളെല്ലാം കൂട്ടിലടച്ചിട്ട അവസ്ഥയായിരുന്നു. കേരളത്തിലല്ല, ലോകമെമ്പാടുള്ള ജനങ്ങൾ കൂട്ടിലടച്ചിട്ട അവസ്ഥയും അന്ന് നിങ്ങൾക്കൊരു സർക്കാരുണ്ട്, ഞങ്ങൾ നിങ്ങളെ നോക്കിക്കോളും എന്നുള്ളൊരു ഉറപ്പ് അന്ന് ജനങ്ങൾക്ക് കിട്ടുന്നുണ്ടായിരുന്നു. അതൊരു പക്ഷേ വൈകുന്നേരത്തെ പ്രസ് മീറ്റ് അങ്ങനെ തുടങ്ങി കുറെ കാര്യങ്ങൾ, അതുപോലെ എല്ലാ ദിവസങ്ങളിലും കൃത്യമായിട്ട് ഇപ്പോൾ മാധ്യമങ്ങൾക്ക് മുന്നിൽ മറുപടി പറയാൻ പിണറായി വിജയൻ അന്ന് കൃത്യമായിട്ട് നരേന്ദ്രമോദി എങ്ങനെയാണോ മൻ കി ബാത്തിലൊക്കെ പ്രത്യക്ഷപ്പെട്ടത്, അതേപോലെ എല്ലാ ദിവസവും മാധ്യമങ്ങളെ കാണുന്നു, കൃത്യമായിട്ട് തന്നെ വളരെ ചിരിച്ച് സന്തോഷപൂർവ്വം അന്ന് വേറൊരു മുഖ്യമന്ത്രിയും കൂടെയാണ് നമ്മൾ കണ്ടത്. ഇപ്പോഴത്തെ കടുംപിടുത്തമോ നീരസമോ പെട്ടെന്നുള്ള പൊട്ടിത്തെറിക്കലോ ഒന്നും അന്നത്തെ മുഖ്യമന്ത്രിക്ക് ഉണ്ടായിരുന്നില്ല. അതുവരെ പിണറായി വിജയനെതിരെ ഉണ്ടായിരുന്ന എല്ലാ പരാതികളും പ്രശ്നങ്ങളും എല്ലാം ആ ഒരു സമയങ്ങളിൽ പ്രസ് മീറ്റ് കൊണ്ട് മാറ്റുന്ന ഒരു, അതായത് കവർ ചെയ്ത് പോയി. അതിനകത്താണ് പട്ടിക്ക് ഫുഡ് കൊടുക്കുക, ഉറുമ്പിന് പഞ്ചസാര കൊടുക്കുക, അല്ലെങ്കിൽ കുരങ്ങിന് ഫുഡ് കൊടുക്കുക, ഈ സാധനങ്ങളെ PR ആയിരുന്നെങ്കിൽ പോലും ജനങ്ങൾ ഏറ്റെടുക്കുന്ന ഒരു അവസ്ഥയുണ്ട്. ജനങ്ങൾ ഏറ്റെടുക്കുകയും ആ ഏറ്റെടുത്തത് കൊണ്ടാണ് മുന്നണിയോട് ഒരു വൈകാരികമായ ഒരു കണക്ഷൻ ജനങ്ങൾ, മുന്നണി എന്നൊരു സർക്കാരിനൊരു കണക്ഷൻ ഉണ്ടായിരുന്നു. സർക്കാരിനോട് ഞങ്ങളുടെ സർക്കാരാണ്, ഞങ്ങൾക്ക് വേണ്ടി നിന്നതാണ്, അതുകൊണ്ട് ഞങ്ങൾ കൂടെ നിൽക്കണം എന്ന് ജനങ്ങൾക്കൊരു ബോധ്യം ഉണ്ടായിരുന്നു. ആ ബോധ്യമാണ് 2021 തുടർ ഭരണം. ആ തുടർ ഭരണത്തിൽ ഏറ്റവും അധികം ഭൂരിപക്ഷത്തിൽ ജയിക്കുന്ന MLA എന്ന് പറഞ്ഞ ശൈല ടീച്ചറായിരുന്നു. 65,000-ലധികം വോട്ടിന്റെ ഭൂരിപക്ഷമാണ് അന്നുണ്ടായിരുന്നത്. അവിടെ നിന്ന് പക്ഷെ എല്ലാവരും പ്രതീക്ഷിച്ചത്, ഒരു പക്ഷേ മുഖ്യമന്ത്രി ആയില്ലെങ്കിൽ പോലും മികച്ചൊരു മന്ത്രി തലത്തിൽ ശൈല ടീച്ചർ ഉണ്ടാവണമെന്ന് ആഗ്രഹിച്ചതായിരുന്നു കേരളത്തിലെ ഒട്ടുമിക്ക ജനങ്ങൾ. എന്നാൽ അതുണ്ടായില്ല എന്ന് മാത്രമല്ല, പകരം വന്നതായിക്കോട്ടെ
പുതുമുഖങ്ങളായിരുന്നു, ഇവർക്ക് പരിചയക്കുറവുണ്ടായിരുന്നു. ഇതൊന്നും കൂടാതെ ഈ പരിചയക്കുറവ് പോലും ധാർഷ്ട്യത്തിന് ഒരു കാരണമായി മാറുന്ന സാഹചര്യം ഉണ്ടായി. മാധ്യമങ്ങളുടെ ചോദ്യങ്ങൾക്ക്, ജനങ്ങളുടെ ചോദ്യങ്ങൾക്ക് പുച്ഛത്തോടെ ധാർഷ്ട്യത്തോടെ പെരുമാറുന്ന മന്ത്രിമാരാണ് പിന്നെ ഇങ്ങോട്ടുള്ള 5 വർഷം. അതിൽ ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാപ്റ്റൻ എങ്ങനെയാണോ അതുപോലെ തന്നെ ആയിരിക്കും കൂടെയുള്ള പടയാളികൾ എന്നുള്ളത്. അതെ, അദ്ദേഹത്തിന്റെ ഐക്കണാക്കി പാർട്ടി അദ്ദേഹത്തിലേക്ക് മാത്രം ചുരുങ്ങുമ്പോൾ എങ്ങനെയാണോ ആ മുഖ്യമന്ത്രിയുടെ പെരുമാറ്റ രീതി, പെരുമാറ്റ ശൈലി അത് കൃത്യമായിട്ട് തന്നെ മാതൃകയാക്കുന്ന ഒരു പറ്റം ആൾക്കാരും പാർട്ടിക്കിടയിലുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം തിരുത്താൻ തയ്യാറാകാത്തിടത്തോളം കാലം അത് ഞങ്ങളുടെയും കൂടി റൈറ്റ് ആണ് എന്ന് വിശ്വസിച്ചു പോകുന്ന അണികളും നേതാക്കളും മന്ത്രിമാരും ഉണ്ടാകുന്ന ഒരു അവസ്ഥയിലേക്ക് കാലം മാറിയില്ല. അത് പിന്നീട് നമുക്ക് കണ്ടതാണ്. വീണ ജോർജ് അടക്കമുള്ള മന്ത്രിമാർ എങ്ങനെയാണ് ജനങ്ങളോട് പെരുമാറിയത്, എങ്ങനെയാണ് സഭയിൽ പെരുമാറിയത്, എങ്ങനെയായിരുന്നു. ഒരു വ്യക്തി ഇങ്ങനെ പുകഴ്ത്തുമ്പോൾ അതിനകത്തൊരു നാണക്കേട് തോന്നാറില്ല. അതായത് നിങ്ങൾ ദിവ്യനാണ്, അല്ലെങ്കിൽ അജയനാണ്, അല്ലെങ്കിൽ ക്യാപ്റ്റനാണ്. ഈ ആൾക്കാരെ പുകഴ്ത്തിക്കൊണ്ടുള്ള പാരഡികളിലൊക്കെ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഉന്നയിച്ചൊരു മുന്നണിയും സർക്കാരും ഇടതുപക്ഷവും ഒക്കെ ആയിരുന്നു ഒരു കാലത്ത്. അതെ അതെ, എപ്പോഴും പറയുന്നത് വ്യക്തിയാണ് വലുത്, പാർട്ടിയാണ് വലുത്, വ്യക്തികളല്ല എന്ന് നിരന്തരം പാടിക്കൊണ്ടിരുന്ന സർക്കാർ പക്ഷേ പിന്നീട് ഒരാളിലേക്ക് ഒതുങ്ങിപ്പോയി. അതിന് വേറെ പ്രശ്നം നടന്നു. 2021, 2014 തെരഞ്ഞെടുപ്പിൽ VS-ന്റെ ചിത്രം വെച്ച് പോസ്റ്റർ അടിക്കാമോ എന്ന് ചോദിച്ചപ്പോൾ അങ്ങനെ ഒരു വ്യക്തിക്കായിട്ട് അങ്ങനെ ഒരു പ്രാധാന്യമില്ല, ഇവിടെ എല്ലാവരും തുല്യരാണ് എന്ന് പറഞ്ഞിരുന്ന, അല്ലെങ്കിൽ പാർട്ടിക്കാണ് വാല്യൂ എന്ന് പറഞ്ഞിരുന്ന അതേ സ്ഥാനത്ത് നിന്ന് ഇന്ന് നമ്മൾ കാണുന്ന എല്ലാ സ്ഥലത്തും ക്യാപ്റ്റന്റെ ചിത്രം മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ പിണറായി വിജയന്റെ ചിത്രം മാത്രം വെച്ചിട്ടാണ്. അന്ന് VS-ന് അനുകൂലമായിട്ടുള്ള ഒരു പാട്ടടക്കം വലിയ രീതിയിൽ തരംഗമായിരുന്നു. അന്ന് പോലും പാർട്ടിക്കുള്ളിൽ ഭിന്നാഭിപ്രായമായിരുന്നു. അഭിപ്രായം മാത്രമല്ല, ഈ ശൈല ടീച്ചർക്ക് ഒരു അവാർഡ് വന്നപ്പോൾ അവാർഡ് അങ്ങനെ ആരും വാങ്ങേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞ സർക്കാരാണ് പിണറായി സർക്കാർ. എന്നാൽ പിന്നീട് പിണറായി എന്നാൽ എന്തോ വലിയ സംഭവമാണ് എന്ന രീതിയിലേക്ക് മാറുന്നത് തന്നെ. അതായത് കാരണഭൂതൻ, തീയിൽ കുരുത്ത കുതിര, അല്ലെങ്കിൽ അങ്ങനെ പിന്നെ വെയിൽ വാടാത്ത പല വിശേഷണങ്ങൾ, അങ്ങനെയുള്ള പല വിശേഷങ്ങൾ വരുമ്പോൾ ഇതിന് പാർട്ടിക്കാർ പോലും എടുത്ത് തലയിൽ വെച്ച് നടക്കുന്ന സാഹചര്യം. നമുക്ക് ഈ തുടക്കത്തിൽ പറഞ്ഞ കാര്യത്തിലേക്കും തിരിച്ചു വരികയാണെങ്കിൽ പലയിടത്തും ഈ പറഞ്ഞ പോലെ തോൽക്കപ്പെട്ട അല്ലെങ്കിൽ ജയിച്ച UDF-ന്റെ നേതാക്കളുടെ ഫ്ലെക്സുകൾ പോലും പടക്കം വെച്ച് പൊട്ടിക്കുന്ന, അത് റീലാക്കി ആഘോഷിക്കുന്ന വലിയൊരു വിഭാഗം സൈബർ പോരാളികൾ ഈ തോൽവിക്ക് ശേഷവും സജീവമാണ്. തോൽവിക്ക് ശേഷം ഇവരാരും ഞങ്ങൾ തോറ്റു എന്ന് അംഗീകരിക്കുന്നില്ലല്ലേ? അതാണ് ഏറ്റവും വലിയ കാര്യം. അതിനേക്കാളും പ്രധാനപ്പെട്ട കാര്യം, തോറ്റു എന്ന് പറയുമ്പോൾ തോൽക്കാനുണ്ടായ കാരണങ്ങൾ കൂടി പറഞ്ഞു പോകണം. 2021 പിണറായി സർക്കാർ അധികാരത്തിൽ കയറുമ്പോൾ, രണ്ടാം പിണറായി സർക്കാർ അധികാരത്തിൽ കയറുമ്പോൾ ഒരു സുപ്രഭാതത്തിൽ ആദ്യം കാണുന്നത് നമ്മുടെ വീട്ടിന്റെ മുന്നിൽ ഒരു മഞ്ഞ കുറ്റിയാണ്. കേന്ദ്ര സർക്കാരിന്റെ അനുമതിയോ അനുവാദമോ ഒന്നുമില്ലാതെ ഒരു സുപ്രഭാതത്തിൽ എന്റെ വീട്ടിന്റെ മുന്നിൽ പുതിയ മഞ്ഞ കുറ്റി ഇരിക്കുകയാണ്. ഞാൻ ചോദിക്കുമ്പോൾ എന്നെ പോലീസ് അടിക്കുവാണ്. എനിക്ക് ചോദിക്കാനായില്ലാത്ത അവസ്ഥ ഉണ്ടെന്ന്. ജനങ്ങൾ ഒന്നിറങ്ങും തെരുവിൽ ഇറങ്ങുന്ന സാഹചര്യം ഉണ്ടായി. അന്ന് UDF അല്ല ഇറങ്ങുന്നത്, ജനങ്ങളാണ് ഇറങ്ങുന്നത്. ആ ജനങ്ങൾ അടിച്ചൊതുക്കുന്ന സാഹചര്യം ഉണ്ടായി. എന്റെ വീട്ടിൽ എന്റെ അനുവാദം ഇല്ലാതെ കൊണ്ടുവന്നൊരു മഞ്ഞക്കുറ്റി എത്തുകയും ആ കുറ്റി ചോദ്യം ചെയ്യുമ്പോൾ അതിന്റെ പേരിൽ ഞാൻ മർദ്ദിക്കപ്പെടുകയും ചെയ്യുമ്പോൾ ജനങ്ങൾ സ്വാഭാവികമായിട്ടും പിന്തിരിയും. അവസാനം ഒടുവിലത് മനസ്സിലാകുന്നത് തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പ് വന്നപ്പോഴാണ് ഇടതുപക്ഷത്തിന് അല്ലെങ്കിൽ പിണറായി വിജയന് മനസ്സിലാവുന്നത് ഇത് പണിയാവും എന്ന്. കാരണം തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പിലെ ഭൂരിപക്ഷം വളരെ വലുതായിരുന്നു. ആ സമയങ്ങളിൽ പോലും പിണറായി വിജയൻ പറയുന്നത് കേരളയിൽ വരും കേട്ടോ, ഇതായിരുന്നു പറഞ്ഞിരുന്നത്. ജനങ്ങൾ അത് വീണ്ടും 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 വെറുപ്പിലേക്ക് കൊണ്ടുവന്ന സാഹചര്യം ഉണ്ടായി. അതിനുശേഷം വരുന്ന ഓരോ കാര്യങ്ങൾ എടുക്കും നമുക്ക് പറയാം. പിന്നീട് നടന്നിട്ടുള്ള ഏതെടുത്താലും അതിനകത്തുള്ളതാണ് അയ്യപ്പ സംഗമം. അയ്യപ്പ സംഗമം എന്നൊരു സംഭവം നടന്നില്ലായിരുന്നെങ്കിൽ സ്വർണ്ണക്കൊള്ള പുറത്തു വരത്തില്ലായിരുന്നു. ഈ അയ്യപ്പ സംഗമമാണ് സ്വർണ്ണക്കൊള്ളയ്ക്കുള്ള ആണിക്കൽ എന്നോട് പറയുന്നത്. അയ്യപ്പ സംഗമം നടക്കുമ്പോൾ ആ സമയത്താണ് ഉണ്ണികൃഷ്ണൻ പോറ്റുന്ന ഒരു അല്ലെങ്കിൽ അവതാരം വന്നിറങ്ങുന്നതും. ആ അവതാരമാണ് പറയുന്നത് ഇതുപോലെ പ്രശ്നങ്ങളുണ്ടെന്ന്. പിന്നീട് അങ്ങോട്ട് കോടതി അന്വേഷണം ആരംഭിക്കുകയും ആ അന്വേഷണത്തിൽ സഖാക്കന്മാരടക്കം ഉള്ളിപ്പോന്ന് സാഹചര്യം ഉണ്ടായി. ഒരുപക്ഷെ അന്ന് അയ്യപ്പ സംഗമം നടത്തിയില്ലായിരുന്നെങ്കിൽ ഇന്ന് ഈ സമയത്തും ആ ഒരു സ്വർണ്ണക്കുള്ള പുറത്തു വരത്തില്ലായിരുന്നു. അതും പോട്ടെ, അവിടെ നിന്നും പഠിച്ചില്ല. പിന്നീട് അങ്ങോട്ട് വെള്ളാപ്പള്ളി നടേശൻ അടക്കമുള്ളവരെ, വെള്ളാപ്പള്ളി നടേശൻ നടത്തിയിട്ടുള്ള ഓരോ വർഗീയ പ്രചരണങ്ങൾക്കും ഇടതുപക്ഷം കുടപിടിക്കുന്ന സാഹചര്യം ഉണ്ടായി. പിണറായി വിജയൻ ഒരുപക്ഷെ കൂടെ കൊണ്ടുവന്നല്ലെങ്കിലും കാറി കെറ്റിക്കൊണ്ടുവന്ന സാഹചര്യം ഉണ്ടായി. അന്ന് കാറി കെറ്റിക്കൊണ്ട് വന്നതല്ലായിരുന്നു വിഷയം. അതിനുശേഷം പിന്നോട്ട് പിണറായി വിജയൻ അടക്കമുള്ള ആൾക്കാർ അതിനെ ന്യായീകരിക്കുന്ന സാഹചര്യം ഉണ്ട്. വെള്ളാപ്പള്ളി നടേശന്റെ വർഗീയ പ്രചരണങ്ങൾ അല്ലെങ്കിൽ വർഗീയ ആരോപണങ്ങൾക്ക് എസ് മൂടുകയും ശരിവെച്ചു കൊടുക്കുകയും സാഹചര്യം ഇടതുപക്ഷത്തിന്റെ ഭാഗത്തുനിന്ന് പിണറായി വിജയന്റെ ഭാഗത്തുനിന്നുണ്ടായി. അതിനുശേഷം നടന്നിട്ടുള്ള തെരഞ്ഞെടുപ്പ് നോക്കിയാൽ മതി, എല്ലാത്തിനും തിരിച്ചടി ലഭിച്ചിട്ടുള്ള. അതിനകത്ത് പാർലമെന്റ് തെരഞ്ഞെടുപ്പ് ഒന്നും പറഞ്ഞത് അത് രാജ്യത്തൊന്നടക്കം നടക്കുന്നില്ലേ, അതിനകത്ത് സർക്കാരിന് കുഴപ്പമൊന്നുമില്ല, അല്ലെങ്കിൽ ഭരണവിരുദ്ധ വികാരമൊന്നുമില്ല എന്ന നിലപാടാണ് എടുത്തത്. അതിനുശേഷം തദ്ദേശ തെരഞ്ഞെടുപ്പ്, അതിൽ ചരിത്രത്തില്ലാത്ത ഭൂരിപക്ഷമാണ് UDF നേടുന്നത്. അതും പഞ്ചായത്ത് എന്നൊരു പ്രസ്ഥാനം വന്നതിന് ശേഷം, അല്ലെങ്കിൽ പഞ്ചായത്ത് രൂപീകരണത്തിന് ശേഷം ഇന്നേ വരെ കോൺഗ്രസ് പിടിച്ചിട്ടില്ലാത്ത മണ്ഡലങ്ങളിൽ പോലും, അല്ലെ പഞ്ചായത്തുകൾ പോലും കോൺഗ്രസ് തൂത്തു വരുന്ന സാഹചര്യം ഉണ്ടായി. അപ്പോൾ പറഞ്ഞത് പ്രാദേശിക പ്രശ്നങ്ങളാണ്, അതിനകത്ത് സർക്കാർ വിരുദ്ധ പ്രവർത്തനങ്ങളൊന്നുമില്ല. പലപ്പോഴും ജനങ്ങൾ സിഗ്നൽ കൊടുക്കുന്നുണ്ട്. ഉപതെരഞ്ഞെടുപ്പിലടക്കം തദ്ദേശ തെരഞ്ഞെടുപ്പിലടക്കം ജനങ്ങൾ സിഗ്നൽ കൊടുത്തു, ഇത് ശരിയല്ല, മുന്നോട്ട് പോയാൽ പണി കിട്ടുന്നു. അതിലൊന്നും പാഠം പഠിക്കാൻ
LDF തയ്യാറായില്ല, ഇടതുപക്ഷം തയ്യാറായില്ല. അപ്പോഴെല്ലാം മറ്റു പല കാര്യങ്ങൾ പറഞ്ഞു പോകുന്നു. ഗവർണർ മാഷ് എന്താ ചെയ്തിരുന്നത്, പിണറായി വിജയൻ എന്താ മറുപടി പറഞ്ഞത്, അതുപോലെ ബാക്കിയുള്ള എല്ലാം മറുപടി പറഞ്ഞ അങ്ങനെ. ഏറ്റവും ഒടുവിലായിട്ടൊരു കാര്യം പറയുകയാണെങ്കിൽ ഈ തോൽവി പഠിക്കാൻ വേണ്ടി വിളിച്ചു ചേർത്ത യോഗങ്ങളിൽ പാർട്ടി പറഞ്ഞൊരു പ്രധാന കാര്യമുണ്ട്, നിർഭയം സഖാക്കന്മാർക്ക് അഭിപ്രായം പറയാം. മാധ്യമങ്ങളിൽ പോലും അത് വലിയ ചർച്ചയായ കാര്യമാണ്. സഖാക്കന്മാർക്ക് പോലും ഈ പാർട്ടിക്കകത്ത് വന്നിട്ട് ഈ പാർട്ടിയുടെ അപജയങ്ങൾ ചൂണ്ടിക്കാണിക്കാൻ ഭയമാണ്. നമ്മളെപ്പോഴും പാർട്ടിയെ കാണുന്നത് നമ്മുടെ വീടിനടുത്ത്, ഞാനും പ്രയോഗിക്കുന്ന സാധാരണക്കാരാണ്. നമ്മൾ പാർട്ടിയെ കാണുന്നത് എപ്പോഴും നമ്മുടെ തൊട്ടും മുന്നിലുള്ള പഞ്ചായത്ത് പ്രസിഡന്റ്, കൗൺസിലർ, അതല്ലെങ്കിൽ അവിടുത്തെ പാർട്ടിയുടെ നേതാവ്, അതാണ് നമ്മുടെ പാർട്ടി. അവരാണ് നമ്മൾ പാർട്ടിയായിട്ട് കാണുന്നത്. മേലോട്ടുള്ളത് രണ്ടാമത്തെ കാര്യമാണ്. നമ്മുടെ മുന്നിൽ കാണുന്ന കീഴ്ഘടകങ്ങളിൽ ആൾക്കാരെ, അവരുടെ പ്രവർത്തനങ്ങൾ, അതാണ് നമ്മൾ കാണുന്ന പാർട്ടി. അവിടെ നമ്മൾ ബ്രാഞ്ച് മുതൽ സ്റ്റേറ്റ് കമ്മിറ്റി എടുക്കും ഒരാൾ പോലും ധാർഷ്ട്യത്തോടും ധിക്കാരത്തോടും അല്ലാതെ പെരുമാറിയിട്ടില്ല. എല്ലാവരോടും ജനങ്ങളോട് പെരുമാറുന്നത് അങ്ങനെയാണ്. അത് ആരെങ്കിലും എടുത്തോ, അവർക്ക് ജനങ്ങളെ കാണുമ്പോൾ പുച്ഛമായി അല്ലെങ്കിൽ ധാർഷ്ട്യമായി, ഞങ്ങൾക്ക് ഇങ്ങനെ പറ്റത്തുള്ളൂ, ഇങ്ങനെ ചെയ്യുള്ളൂ. അത് ഈ പറഞ്ഞ കുട്ടി സഹാക്കൾ മുതൽ വലിയ സഹാക്കന്മാർ വരെ ഇതാണ് ചെയ്തുകൊണ്ടിരുന്നത്. ജനങ്ങളത് അടുപ്പിക്കല്ല ചെയ്തത്, വിറപ്പിക്കുകയാണ് ചെയ്തത്. അതിപ്പോൾ ഇവർക്ക് മനസ്സിലാവുന്നില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. പല ആൾക്കാരും ഈ പറഞ്ഞ പോലെ പാർട്ടിയെ വളരെ നെഞ്ചേറ്റി സ്നേഹിച്ചിരുന്ന പല ആൾക്കാരും ഇടതുപക്ഷ ആശയങ്ങളെ പോലും വെറുക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് പിണറായി, എം.വി. ഗോവിന്ദ മാസ്റ്റർ അടക്കം ഈ പാർട്ടി എത്തിച്ചു എന്നുള്ളതാണ്. സെബാസ്റ്റ്യൻ പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്, പിണറായിയെ പാർട്ടിയും സെക്രട്ടറിയും അടക്കം അഴിഞ്ഞാടാൻ വിട്ടു, തോൽവിക്ക് കാരണം ക്യാപ്റ്റൻ ആണെന്നുള്ളത്. എനിക്കിനെ തോന്നിയൊരു കാര്യം അറിയോ, പിണറായി വിജയൻ അടക്കം ഉണ്ടായിട്ടുള്ള ഒരു പ്രശ്നം തന്നെ കുറെ ഉപജാപങ്ങളുടെ വാക്ക് കേട്ട് കൂടുന്നുള്ളതാണ്. നിങ്ങൾ എന്ത് പറഞ്ഞാലും അതാണ് ശരി, അല്ലെങ്കിൽ 4 പേര് കൂടുന്നിട്ടേ നിങ്ങൾ ദിവ്യനാണ്, നിങ്ങൾ മികച്ചതാണ്, നിങ്ങൾ സൂപ്പറാണ് എന്ന് പറയുമ്പോൾ അത് വിശ്വസിച്ചു എന്നുള്ളതാണ് പിണറായി വിജയനെ പറ്റി ഏറ്റവും വലിയ അധികാരത്തിന്റെ ഒരു മത്ത് തലയ്ക്ക് പിടിച്ചു. അധികാരത്തിന്റെ ആ ഒരു സുഖലോലുപതയിൽ നിന്നുകൊണ്ട് താഴോട്ട് നോക്കുമ്പോൾ എല്ലാം എനിക്ക് കീഴിലാണ്, ഞാനാണ് ഏറ്റവും മുകളിൽ എന്നുള്ള ആ ചിന്താഗതി തന്നെയാണ് ഈ ഉണ്ടായ ഏറ്റവും നാണം കെട്ട പരാജയമാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നമുക്കിവിടെ മന്ത്രിസഭകൾ പലത് വന്നു പോയിട്ടുണ്ട്, പല മുഖ്യമന്ത്രിമാർ മാറി പോയിട്ടുണ്ട്, പല മന്ത്രിസഭകൾ ഉണ്ടായി പോയിട്ടുണ്ട്, പകുതിക്ക് വെച്ച് നിർത്തിപ്പോയിട്ടുണ്ട്, അങ്ങനെ ഒത്തിരിയുണ്ട്. എന്നാൽ ഒരാൾക്കും ലഭിക്കാത്ത അത്രയും തരം താഴ്ന്നൊരു മടങ്ങിപ്പോക്കാണ് പിണറായി വിജയനോട് ഉണ്ടാവുന്നതാണ്. അത്രയും നാണം കെട്ടൊരു തിരിച്ചു പോക്കാണോ. രാജാവായി കയറിയൊരു ആള് ഒന്നുമല്ലാതെ തല താഴ്ത്തി ഇറങ്ങിപ്പോകേണ്ട സാഹചര്യമാണ് പിണറായി വിജയൻ ഇന്ന് ഉണ്ടായിട്ടുള്ളതെങ്കിൽ അതിന്റെ പ്രധാന കാരണം പിണറായി വിജയൻ തന്നെയാണെന്ന് കൂടി പറയുന്നത്. തീർച്ചയായിട്ടും ഈ പറഞ്ഞ പോലെ പിണറായി വിജയന്റെയോ എം.വി. ഗോവിന്ദൻ മാസ്റ്ററുടെയോ ആരുടെയും മട്ടിപ്പേർ അവകാശമല്ല ഇടതുപക്ഷവും ഇടതുപക്ഷ ആശയങ്ങളും. തീർച്ചയായിട്ടും ഇന്ത്യയില്ലാത്ത ഇടതു മുന്നണി എന്ന് പറയുമ്പോൾ വിദൂര കാലത്ത് അത് വലിയ ദോഷം നമ്മുടെ രാജ്യത്തിനും നമ്മുടെ നാടിനും ഉണ്ടാക്കുമെന്നുള്ളതാണ്. അവസാനമായിട്ട് ഒരു കാര്യം കൂടി പറയട്ടെ, ഇടതുപക്ഷം എന്ന് പറയുന്നത് ഇന്ന് നിലനിൽക്കണം. രാജ്യത്ത് ജനാധിപത്യ മതേതരത്വം നിലനിൽക്കുന്നത് പോലെ തന്നെ അത് നിലനിൽക്കണമെങ്കിൽ ഇടതുപക്ഷം നിലനിൽക്കണം, അതുപോലെ കോൺഗ്രസ് നിലനിൽക്കണം. ഈ 2 പേര് നിലനിന്നാൽ മാത്രമേ ജനാധിപത്യം ഉണ്ടാവുള്ളൂ, മതനിരപേക്ഷത ഉണ്ടാവുള്ളൂ, അതുപോലെ വർഗീയത നമ്മുടെ അടുക്കൽ എത്താതിരിക്കുള്ളൂ. ആ ഇടതുപക്ഷം എന്നും നിലനിൽക്കണമെന്ന് ഏതൊരു കോൺഗ്രസ്സാണോ ആഗ്രഹിക്കും, ഏത് ജനങ്ങളും ആഗ്രഹിക്കും. കാരണം മുതിർന്ന നേതാക്കൾ പോലും അത് പരസ്യമായി പറഞ്ഞതുമാണ്. ഇടതുപക്ഷം ഉണ്ടാവണം, ഇടതുപക്ഷം തുടരണം, ഇടതുപക്ഷം ഇപ്പോൾ ഉണ്ടാകുന്ന ശക്തമായി തിരിച്ചു വരിക തന്നെ, അതിൽ യാതൊരു തർക്കവുമില്ല. പക്ഷേ ഇപ്പോഴേക്കും നേതൃത്വം അത് ഇപ്പോഴെങ്കിലും മനസ്സിലാക്കിയില്ലെങ്കിൽ ഞങ്ങളുടെ ഭാഗത്താണ് വീഴ്ച, ഞങ്ങൾക്കാണ് തെറ്റ് പറ്റിയത്, ഞങ്ങളുടെ നിലപാടിലാണ് തെറ്റുള്ളത്, അത് ഞങ്ങൾ തിരുത്തും എന്ന് ഇനിയെങ്കിലും പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇനിയെങ്കിലും തിരുത്താനുള്ള ആത്മാർത്ഥമായ ശ്രമം കാണിച്ചില്ല. എല്ലാവരും കണക്കുകളിലും ഡേറ്റകളിലേക്ക് ബേസിൽ എന്തുകൊണ്ട് താഴേക്ക് പോയി എന്ന് മനസ്സിലാക്കുന്നതിന് പകരം ഞാൻ ഈ പറഞ്ഞ പോലെ ഇനിയെങ്കിലും കാണിച്ചില്ല എങ്കിൽ ബംഗാളിലൊക്കെ സംഭവിച്ചതുപോലെ പാർട്ടി ഓഫീസ് അടക്കം ഒലിച്ചു പോകുന്ന സാഹചര്യം ഉണ്ടാവും. ജനങ്ങളിൽ ഒന്നടങ്കം പാർട്ടിക്കെതിരെ നിൽക്കുന്ന സാഹചര്യം ഉണ്ടാവും. അതൊരിക്കലും ഉണ്ടാവരുത്. ഇടതുപക്ഷം എന്നും നിലനിൽക്കണം. തീർച്ചയായിട്ടും ഞാനും എല്ലാം ആഗ്രഹിക്കുന്നത്, ഓരോ ജനങ്ങളും ആഗ്രഹിക്കുന്നത് ഇടതുപക്ഷം ഉണ്ടെങ്കിലേ ഇന്ത്യയുള്ളൂ, കേരളമുള്ളൂ എന്നുള്ളത് യാഥാർത്ഥ്യമായ കാര്യം തന്നെയാണ്. അത് ശക്തമായി തിരുത്തിക്കൊണ്ട്, ആത്മാർത്ഥമായി തിരുത്തിക്കൊണ്ട് തിരിച്ചു വരാൻ ഇടതുപക്ഷത്തിന് സാധിക്കട്ടെ.